എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ ഭാഗവത സപ്താഹ യജ്ഞത്തിന് ദിവസവും അന്നദാനം നടത്തുന്നവരും അരി, എണ്ണപ്പാട്ട, സംഭാവന എല്ലാം നൽകി ഇത് ഗംഭീര വിജയമാക്കാൻ വേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുന്ന സന്തോഷകരമായിട്ടുള്ള കാര്യം. ചുറ്റുപാടും വെള്ളമാണ്. അത് ഈ പ്രദേശത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. ഭഗവാനും അങ്ങനെ തന്നെയാണ്, സ്ഥിരമായിട്ട് അങ്ങനെയാണ് കഴിഞ്ഞുകൂടുന്നത്. പാലാഴിയിൽ ചുറ്റും സമുദ്രത്തിലെ അത് പാലാഴിയാണെന്നുള്ളൊരു സങ്കല്പമാണ് നമുക്കുള്ളത്. അങ്ങനെ ചുറ്റും വെള്ളത്തിൽ അങ്ങനെയാണ് ഭഗവാനും കഴിഞ്ഞത്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ പെരുമ്പളം നിവാസികളൊക്കെ ശരിക്കും ഭഗവാന് സമാനമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നവരാണ്. അതുകൂടി ഈ പ്രദേശത്തുകാരുടെ നല്ല മനസ്സിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിങ്ങനെ ഇവിടെ വരുന്ന വഴിക്ക് ബാബുവേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയായിരിക്കും കൂടുതൽ പരിചയം. നിങ്ങളുടെ പ്രസിഡന്റ് മോഹൻദാസ്, അദ്ദേഹവുമായിട്ടിങ്ങനെ സംസാരിച്ചപ്പോൾ ഈ ഒരു പഞ്ചായത്തിൽ മനസ്സിനെ ശുദ്ധീകരിക്കാനും മാനസികമായും ശാരീരികമായും സന്തോഷം പ്രദാനം ചെയ്യാൻ ഈ പാരായണം 7 ദിവസം നീണ്ടു നിൽക്കുന്നു. ആചാര്യന്മാർ നടത്തുന്ന ആ പ്രഭാഷണത്തിൽ ആദ്യ അവസാനം പങ്കെടുത്തുകൊണ്ട് 7 ദിവസവും പങ്കെടുത്തുകൊണ്ട് നിങ്ങൾ ഭക്തിപൂർവ്വം അതിൽ പങ്കെടുത്ത് നിങ്ങളുടെ മനസ്സിലെ മാലിന്യങ്ങളെയൊക്കെ അകറ്റി ശുദ്ധീകരിച്ച് എല്ലാ വിധത്തിലുള്ള അനുഗ്രഹം നേടാൻ കഴിയുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ഭാഗവത സമർപ്പണം നടത്തിയതായി അറിയിച്ചുകൊണ്ട് ധർമ്മസ്കന്ധം വിവക്ഷിച്ചിരിക്കുന്നു. ഇത് ആരംഭിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നൈമിച്ചാരണ്യം എന്ന് പറയുന്ന പുണ്യഭൂമിയിൽ കലികാലമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ എവിടെ തിരിഞ്ഞാലും കലിയുടെ ബാധ ഏൽക്കാത്തതായിട്ടൊരു പ്രദേശം പോലും ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ സജ്ജനങ്ങൾക്ക് വിഷമമായി. കാര്യം എവിടെയെങ്കിലും ഒന്നിരുന്ന് സ്വസ്ഥമായിട്ട് ഈശ്വര ധ്യാനം ചെയ്യണം, ഭഗവത് സ്മരണ ചെയ്യണമെങ്കിൽ അതിനു പറ്റിയൊരു അന്തരീക്ഷം ഇല്ല എന്ന്. അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ബ്രഹ്മദേവന്റെ അടുക്കൽ, പിതാമകന്റെ അടുക്കൽ ചെന്ന് സങ്കടങ്ങളെ ബോധിപ്പിച്ചു സജ്ജനങ്ങൾ. ശ്രദ്ധയും
ഖേദമന്യേ സ്നിഗ്ധതയും അയോഗ്യരാം പുരുഷന്മാരെ പരിഗ്രഹിക്കായികയും നാരായണ സമൻ ഭർത്താവിതെന്നതും ചിത്തേ വണ്ണമുള്ള ഒരു തരുണിമാർ മുക്തി ചേരും എന്ന് ചൊല്ലുന്ന വേദവും ശങ്കരജാതികൾക്കുള്ള ക്രമം ചൊല്ലാം ഭംഗമെന്നേ ജാത്യാചാരങ്ങളും ചെയ്യുകയും ബ്രാഹ്മണരോടുള്ള ചേർച്ചയും ചെയ്യരുതേ സ്ഥേയവും അസത്യങ്ങളും മംഗളവർണ്ണേന നിർഗുണഭക്തരായ മംഗളഭക്തിയും വന്നുകൂടുന്നതും ഹരേ നാരായണ 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 നാരായണ. നമോ സുന്ദരന്മാരായ ആത്മയത്തിന്റെ നമ്മളുടെ ഋഷീദിനി മധ്യത്തിന്റെ പുരന്തരാശാന്റെ ശശാങ്കിനെ പെറ്റത് യോഗേശനാം ഭഗവാൻ ഗുരുവിനും അവതാരം ഹരേ 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 രാമ 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 എത്രയും വന്നു വൈദുഷ്യം ഭൂപതേ പ്രശ്നമീ വണ്ണം വേണ്ടോ മഹാജനം വിഷ്പരം പ്രവേശിടുന്ന ഭൂപന്റെ ഏതും താനറിയാതെ അഴൂതെ പോ ആദിയായുസും നിത്യയാ ജന്തുനാ ആദിവത്തേതു ഓരോ ദുരാഗ്രഹ ഭാവികൾക്കോ കൃഷ്ണാരേ ജയ ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ 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 ഹരി ഗോവിന്ദ ഗോവിന്ദ ഐവരെയും അടക്കി മനക്കാമ്പിൽ ദിവ്യ വിഷ്ണു ഭഗവാന്റെ രൂപത്തെ കാണുന്ന നേരമിന്നാനന്ദം കൈവരും ദൂരം കൃഷ്ണാരേ ഒന്നിതാത്മാവു കാണപ്പെടുന്നതും പിന്നെ പലതിനും ഗോപികമാരുമായി ഒന്നിച്ച് രാത്രിയിൽ കീടിച്ചു ഗോവൻ ഗോകുല നാരികൾ പോകുന്നതും ദിശ പോകുന്ന നേരവും വരുന്നതും ഏതുമൊന്ന് ആ നായന്മാർ അറിയുന്നില്ലേ ഏതുമേ മയാമയൻ മയം എന്തു ചൊല്ലാവതും ഗോപീജനം പകലുള്ള സമയത്ത് ഗോപതി ലീലകൾ ഓർത്തു പറയുകയും വേണുഗീതത്തെയും കൃഷ്ണന്റെ ഭാവവും ഹരേ കൃഷ്ണ വാമകവിൽ തടം വാമചുമലതിൽ കോമളം വെച്ച് ഉഴലൂതി മോദമായി മല്ലീശ്വരൻ തന്റെ വില്ലനെ വെല്ലുന്നു ചില്ലികൾ കൊണ്ട് താളം പിടിച്ചങ്ങനെ മൽക്കരയെ ചേർത്ത് വേണുരന്ധ്രങ്ങളിൽ മെല്ലവേ അങ്കുലി ചേർത്തങ്ങ് ആദ്യം ധ്വനി നാനാ വിമോഹന ശൃംഗാരമോടൂതി മാനസത്തിങ്കലേക്കുന്ന നേരത്ത് വാനവർനാരിമാർ കേട്ടുമയങ്ങുന്നു പാവകൾ പോലെ നിൽക്കുന്നതോർത്തേടുകിൽ നാണിക്ക് വേണമെന്ന ആശു നാരീജനം മാണികൾ ചൊല്ലി രമിക്കും പകലെല്ലാം പിന്നെ രജനിയിൽ കൂടി കളിക്കുകയും നന്ദാത്മജനായ വാസുദേവൻ പരൻ ഇങ്ങനെ ഗോപികമാരുടെ കാമത്തെ മംഗലം പൂരിച്ചു കാണും യഥാസുഖം മായാമയം തന്റെ വേണുഗീതത്തെയും അരേവർക്കയും കാളതാനേറ്റം മതിച്ചു ഞെളിക്കുകയും മേളമായി ചാടിയും ഉക്രവാടിയും പാടവമോട് ഇടയിൽ ചുരമാന്തിയും ഓടിയും കണ്ടവർ നേരെ എടുക്കയും പൂക്കളും സ്ത്രീകളും ഏറെ ഭയപ്പെട്ടും മൂത്രം പുരീഷേണ കൂടി ശരിക്കുന്നു ഗാത്രം പടി കൊണ്ട് മൂടി വൃഷവും
മൂത്രം ശരിക്ക ശത്രുത്വ ശരിക്കയും ദൂർത്തന്റെ പുച്ഛമുയർത്തി കളിക്കുമ്പോൾ ഊർദ്ധമാർഗെ മേഘമൊക്കവേ നിൽക്കുന്നു. കൊന്നുകൾ കുത്തിയെറിയുന്നു കൊമ്പിനാൽ മഞ്ഞിടം കീഴയിൽ മറിക്കുന്നു ദുഷ്ടനും. നേത്രം ചമപ്പിച്ചു കാണും ജനത്തിന്റെ നേത്രം വീഴ്ചി വയ്ക്കുന്നതിന് മുന്നമീൻ പാഞ്ഞെടുക്കുന്നത് കണ്ട് ഗോപാലനും പാഞ്ഞ് ബലഭദ്രകൃഷ്ണന്മാർ അന്തികെ ചെന്ന് ഭയത്തോടെ ചൊല്ലിനാൻ, കേശവ സുന്ദര രാമ പാലിച്ചു കൊള്ളേണമേ എന്നത് കേട്ട് നന്ദാത്മജൻ കൃഷ്ണനും വന്ന വൃഷാസുരനോടടുത്തേടിനാൻ. അന്നേരം ആശു കോപിച്ചു കുത്തി വൃഷാക്തിയുക്തൻ പരൻകുമാൻ തന്നുടെ ഹസ്തപത്രം കൊണ്ടടിച്ചുടൻ ചെന്നു വീണു. ചതദണ്ഡു ദൂരം വൃഷം പിന്നെയും പാഞ്ഞു വന്നാൻ വിശ്വാസുരൻ എന്നത് കണ്ടു മുതന്നടുത്തവൻ തന്നെ വണ്ണമേറിയിടുന്ന കണ്ഠവും നന്നായി പിടിച്ച് തിരിച്ചു പിഴിഞ്ഞത് മന്നവ വസ്ത്രം പിഴിയുന്നത് പോലെ ഘോര ഋഷഭം വരിച്ചു തതു നേരം പാരമാനന്ദിച്ചു വന്താലി ഗോപരും. സന്തോഷമോട് വാണീണിനാൽ നാരദൻ താൻ അരിഷ്ടന്റെ വധം കണ്ട് പാരമാനന്ദേന കംസഗൃഹം പൂക്കും. നാരദൻ വന്നത് കണ്ടൊരു കംസനും പാരാതെ പൂജിച്ചിരുത്തി സിംഹാസനേ വന്നിച്ചു കംസനോട് ആയുധം മാമന് മന്ദം മന്ദം വരൾ ചെയ്തു തുടങ്ങിനാൻ. നന്ദാത്മജന്മാർ മുകുന്ദനും രാമനും നിന്നുടെ ശത്രുക്കളും എന്നറിയ നീ. ദേവകി തന്നെ കാന്തനാവും വസുദേവൻ അവരുടെ താതനറിയ നീ. ദേവകീ സൂനു ദേവദേവേശനാം കൃഷ്ണനും ദേവിയാം രോഹിണി പുത്രൻ ബലഭദ്രൻ നന്ദന്റെ കയ്യിൽ കൊടുത്തു വാസുദേവൻ നന്ദാത്മജയെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. നിന്നുടെ കയ്യിൽ സമർപ്പിച്ചതും അവൾ നിന്നോട് വ്യോമന നിന്ന് പറഞ്ഞതും നന്നായി നിരൂപിച്ചു. ദേവീവനം പുക്കവர்களுം നന്ദിച്ച ഭക്തിയാ സരസ്വതിയാം നദിതന്നിൽ കുളിച്ച മഹേശ്വര ദേവിയോടൊന്നിച്ചു ബോധിച്ച് രാവണർക്കും മറ്റു അന്നദാനങ്ങളും ചെയ്തത് ആവോളവും അന്നൊരുങ്ങാതെ ഉപവാസം നദീതീരി ഒന്നിച്ച് ചെയ്ത് അന്ന് രാത്രി നന്ദനെ വന്നു പിടിച്ചു മഹാപന്നകം. അപ്പോൾ നന്ദനും കൃഷ്ണ കൃഷ്ണ ഇത് മുറയിട്ട് എന്നത് കേട്ട് ഗോപാലർ പെരുമ്പാപതരുടെ മേൽ കൊള്ളി വെച്ച് കാണിച്ചിട്ടും ഒന്നുകൊണ്ടും വേർവിടുന്നീല പന്നകം. നന്ദാത്മജൻ ഇന്ദിരാപരില ആഴിത സുന്ദര പാദപത്മേന ചവിട്ടിയിടാൻ അന്നേരം ആശുമരിച്ചത് പന്നകം. തന്നുള്ളിൽ നിന്ന് കളിച്ച് നിന്നിടുന്ന സുന്ദര രൂപം പുറപ്പെട്ടു. സപ്തരൊന്നും താൽമജ പദം ഭക്തിയാ നമസ്കരിക്കുന്നവൻ തന്നെ കടാക്ഷിച്ചു മാധവൻ. ഇന്ന് നീ ആര്? സർപ്പമാവതിന് കാരണമൊന്നുടി അവരക മഹാമതി എന്നത് കേട്ട് അവൻ വിദ്യാധരാത്മജൻ എന്നോട് നാമം സുദർശനല്ലോ. സുന്ദരിമാരുമായി സൗന്ദര്യഗർഭനായി ഒന്നിച്ച് ലോകേഷു പോകാൻ നടക്കുമ്പോൾ മുന്നിലമ്മാറി വാസുദേവായ ഓം നമോ ഭഗവതേ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ നാരായണായ. നാരായണായ വാസുദേവായ. ദേവിയാശ്രയം അമ്മയല്ലാതെ മറ്റാരുമില്ല. കരകരോഹര മുരുക കരകരോഹര വെള്ളി കണ്ടാലകുധി ഹരഹരോഹര. ഹരഹരോഹര മുരുക ഹരഹരോഹര വെള്ളി കണ്ടാലകുധി ഹരഹരോഹര. ഹരഹരോഹര മുരുക ഹരഹരോഹര വെള്ളി കണ്ടാലകുധി ഹരഹരോഹര. ഹരഹരോഹര മുരുക ഹരഹരോഹര വെള്ളി കണ്ടാലകുധി ഹരഹരോഹര. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. സാഗര അഗതിയാമെന്നിൽ ചൊരിയണേ കൃപ തെളിവോടെ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ.
പൂമ്പട്ടു ചുറ്റിക്കൊണ്ടെന്റെ അരികിലോടിവ കൊഞ്ചലോടെ അതുതേൻ പാടികൾ കേൾക്കുവാൻ മോഹം ഭഗവാനേ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. കാഴ്ചയിലും പോലി നാദം കേൾക്കുവാൻ കണ്ണാകാത്തു നിന്നു ഞാൻ. കാൽത്തളവള തിങ്ങി നീ മണി ആലയമാമേ ഗുരുവായൂരപ്പ ജയ നാരായണ മൂർത്തേ ജയ വാസുദേവ ഹേ മുരാരി ആലയമാമേ ഗുരുവായൂർ വാഴുന്നോരു നാരായണ മൂർത്തി എന്നെ ഗുരുവായൂർ വാഴും ഗുരു നാരായണ മൂർത്തി എന്നെ നാടേറെ കടന്ന നാടും കാത്തുകൊള്ളണേ ഗുരുവായൂരപ്പ ജയ നാരായണ മൂർത്തേ ജയ വാസുദേവ ഹേ മുരാരി ആലയമാമേ. നാലുവയ്ക്കും പ്രദക്ഷിണേ നാലിലൂറും മന്ത്രമായി നാലുവയ്ക്കും പ്രദക്ഷിണേ നാലിലൂറും മന്ത്രമായി ഗുരുവായൂരപ്പ ജയ നാരായണ മൂർത്തേ ജയ വാസുദേവ ഹേ മുരാരി ആലയമാമേ. നാളും പേരു ചൊല്ലി നിന്നിൽ അർച്ചനകൾ നടത്തുമ്പോൾ നാളും പേരും ചൊല്ലി നിന്നിൽ അർച്ചനകൾ നടത്തുമ്പോൾ നല്ല പോലെ വാഴ്വനായി ഗുരുവായൂരപ്പ ജയ നാരായണ മൂർത്തേ ജയ വാസുദേവ. നാളിലല്ലോ അല്ലാർമണി മംഗളന്റെ അനുഗ്രഹിക്കും. ഇന്നോളം ഞാൻ ചെയ്തു പോയ തെറ്റുകളും പിഴകളും എന്നോടെ അജ്ഞാനത്താലും അറിഞ്ഞിടമേ. കട്ടലയിൽ വാഴും ദേവി കണ്ടായി മഹാമായി അതിഥി സുരക്ഷിക്കണേ മുഖമാതാവേ. എന്റെ അതിഥി സുരക്ഷിക്കണേ മുഖമാതാവേ. എന്റെ അതിഥി സുരക്ഷിക്കണേ മുഖമാതാവേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി പീതാംബരം ഗരവിരാജിത ശംഖചക്രകോ മോദകേസരസുജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരം. ദൈവവിശ്വാസമതും കേവലം സത്വയുടെ ലക്ഷണങ്ങളും ഇവ ഏറെയുള്ളൊരു ഉപമാനങ്ങളുടെ ജീവനേക്കാൾ ഏറെയുണ്ടോ നിന്നെ സ്നേഹമെന്നറിഞ്ഞാൽ. ആകയാൽ ഇന്ന് നമുക്ക് ഉപകാരാർത്ഥമായി ഗോകുലത്തിന് ഗമിച്ച് അങ്ങ് ചെന്നൊന്നു വേണം താതനും മാതാക്കൾക്കും ശോകത്തെ കളയേണം. ചേതസ്സിൽ എന്നെ പിരിഞ്ഞിടുക നിമിത്തമാണ്
ആനന്ദ മാധുരി ചൊരിയൂ ഗോവിന്ദ, മാധുരി ചൊരിയൂ ഗോവിന്ദ. പാരി മുകുന്ദ പരമാനന്ദ പാപനിബന്ധ ശ്രീകാന്ത. മാനസവൃന്ദ പനിയിൽ മറന്ദ മാധുരി ചൊരിയൂ ഗോവിന്ദ, മാധുരി ചൊരിയൂ ഗോവിന്ദ. പാലുതരാം വെണ്ണതരാം പശുപാലകനേ ഗോവിന്ദ, പാലുതരാം വെണ്ണതരാം പശുപാലകനേ ഗോവിന്ദ. പരമാ ഉണ്ടാകണേ എന്നദാന പ്രഭുവേ, ഇരിക്കഷ്ടമേ കണ്ട് കൈകൂപ്പുവാനാകണേ അർത്ഥനാരീശ്വരനേ. വൈക്കത്തപ്പ ശ്രീ മഹേശ്വര ശിവശങ്കര ഇന്ദ്രജടാധാരീശ്വര മുണ്ടിടുവാൻ ഭാഗ്യമുണ്ടാകണേ എന്നദാന പ്രഭുവേ. അഷ്ടമി കണ്ടു കൈകൂപ്പുവാനാകണേ അർത്ഥനാരീശ്വരനേ. മുണ്ടിടുവാൻ ഉണ്ടാകണേ എന്നദാന പ്രഭുവേ. അഷ്ടമി കണ്ടു കൈ പുറത്ത് നിൽക്കുന്നവർക്കും അതിനൊന്നും വിരോധമില്ല. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഗണപതയേ പ്രണതക്ലേശനാശായ നല്ലൊരുസുരനായ കുചേലനും പുത്രനാശമില്ല ആകയാൽ നാം തപിച്ചു മഹാമതി. അസുരാരിതാപക ചിന്തിക്കാൻ സബ്രഹ്മചാരി ലക്ഷ്മീപതി. കൃഷ്ണ ദ്വാരകയെവിടെ ദൂരം ഏറനടന്നു കുചേലൻ, ഏറനടന്നു കുചേലൻ. ഹരേ പുണർന്നോ വഴി പോലെ പാടിയും കൈ കൊണ്ടു നിന്നു മുകുന്ദനും. ഹരേ പാടിയും കൈ കൊണ്ടു നിന്നു മുകുന്ദനും. പ്രാണപ്രിയ സഹസംഗേന
പ്രാണിപതി ബാഷ്പബിന്ദുക്കൾ വർഷിച്ചുന്നിത്. ഹരേ നീ ഇങ്ങോ കാണുവാൻ പോരുമ്പോൾ പ്രാവൃതം കൊണ്ടിങ്ങു പോന്നിതോ. ഭക്തരായവർ നൽകുന്നതൊക്കെയും അപ്പോഴേ ഞാൻ പിരിച്ചിടും. അറിയണം, നല്ല ഫലം, ജലം, നല്ല കുസുമങ്ങൾ, നല്ല സൽഭക്തരായുള്ളവർ നൽകിയിൽ നല്ലവണ്ണം ഇഷ്ടമായി വരും. ഇങ്ങേടോ അല്ലാതെ അടിച്ചു നോക്കും വിധോ മോദിച്ചു മാധവനങ്ങൾ അവൾ കാണ്ടയാൽ വരെ മോദിച്ചു മാധവനങ്ങൾ അവൾ കാണ്ടയാൽ അരേ തന്നുടെ കയ്യാൽ ഒരു മുഷ്ടിവാര്യം ഏറ്റമാനന്ദേനത്തിന്നു. പുനരാതിൽ ഏറ്റവും നന്നായി ഒരു മുഷ്ടിവാരി എടുത്തിരുന്നു. അരേ ഏറ്റവും മോദിച്ചു ജഗന്മകനീശ്വരൻ തന്നുടെ കയ്യാൽ ഒരു മുഷ്ടിവാരി അങ്ങേറ്റമാനന്ദേനത്തിന്നു. പുനരതിലേറ്റവും അങ്ങനെ രാത്രി കഴിഞ്ഞോരനന്തരം മംഗളവിപ്രൻ ആഖ്യാദികർമ്മം കഴിച്ച് അൻപോട് ലോകീശനോട് ഹരേ ആഖ്യാദികർമ്മം കഴിച്ചൻപോട് ലോകേശനായ കൃഷ്ണൻ തന്നോട് യാത്ര പറഞ്ഞ് കൃഷ്ണൻ തന്നോട് യാത്രയും പറഞ്ഞ് കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കാരുണ്യവാരിധി ഭഗവാനെ നാരായണ നാരായണ നാരായണ. കൃഷ്ണനോട് യാത്രയും പറഞ്ഞ് മുൻപരിൽ ഉത്തമവിപ്രൻ നടന്നിതു. പോകുന്ന മാർഗത്തിൽ ഓരോന്ന് ചിന്തിച്ച് ചിന്തിച്ച് ഹരേ നാരായണ നാരായണ. കൃഷ്ണനോട് യാത്രയും പറഞ്ഞ് മുൻപരിൽ ഉത്തമവിപ്രൻ നടന്നുകം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ചരണം മേധവ ചരണയുഗം. ശിവ ശംഭോ ശങ്കര സാംബ സദാശിവ ചരണം മേധവ ചരണയുഗം. ഗുരുപവന കൃഷ്ണ ചരണം മേധവ ചരണയുഗം. ശരണം മേധവ ചരണയുഗം. ശരണം മേധവ ചരണയുഗം. സർവത്ര ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ. നമഃ ശിവായ പാഹി മാം നമഃ ശിവായ പാഹി മാം നമഃ ശിവായ പാർവതീശ പാപനാശനാഹരേ. ശബരിമാല ഒരേയൊരു മോഹം ദിവ്യദർശനം. ഒരേയൊരു മാർഗം 18 പടി. ഒരേയൊരു മന്ത്രം ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ഒരുമയോടു കൂടി ഒഴുകി വന്നിടുന്നു ശരണപങ്കജങ്ങൾ പണിയുവാൻ വരുന്നു. ഒരുമയോടു കൂടി ഒഴുകി വന്നിടുന്നു ശരണപങ്കജങ്ങൾ. പുറത്ത് നിൽക്കുന്നവർക്കും അതിനൊന്നും വിരോധമില്ല.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നല്ലൊരു കുചേലനും പുത്രനാശമില്ല ആകയാൽ നാം തപിച്ചു മഹാമതി. അസുരാരിതാപക ചിന്തിക്കാൻ സബ്രഹ്മചാരി ലക്ഷ്മീപതി. കൃഷ്ണ ദ്വാരകയെവിടെ ദൂരം ഏറനടന്നു കുചേലൻ ഏറനടന്നു കുചേലൻ. ഹരേ പുണർന്നോ വഴി പോലെ പാടിയും കൈ കൊണ്ടു നിന്നു മുകുന്ദനും. ഹരേ പാടിയും കൈ കൊണ്ടു നിന്നു മുകുന്ദനും. പ്രാണപ്രിയ സഹസംഗീത രോമാഞ്ച പ്രാണിപതി ബാഷ്പബിന്ദുക്കൾ വർഷിച്ചൊല്ലിത്. ഹരേ നീ ഇങ്ങോ കാണുവാൻ പോരുമ്പോൾ പ്രാകൃതം കൊണ്ടിങ്ങു പോന്നിതോ. ഭക്തരായവർ നൽകുന്നതൊക്കെയും അപ്പോഴേ ഞാൻ പിരിച്ചിടും അറിയണം. നല്ല ഫലം ജലം നല്ല കുസുമങ്ങൾ നല്ല സൽഭക്തരായുള്ളവർ നൽകിയിൽ നല്ലവണ്ണം ഇഷ്ടമായി വരും. ഇങ്ങേടോ അല്ലാതെ അടിച്ചു നോക്കും വിധോ മോദിച്ചു മാധവനങ്ങൾ അവൾ കാണ്ടയാൽ ഹരേ മോദിച്ചു മാധവനങ്ങൾ അവൾ കാണ്ടയാൽ ഹരേ തന്നുടെ കയ്യാൽ ഒരു മുഷ്ടിവാര്യം ഏറ്റമാനന്ദേനത്തിന്നു. പുനരാതിൽ ഏറ്റവും നന്നായി ഒരു മുഷ്ടിവാരിയിട്ട് കിട്ടുന്നു. ഹരേ ഏറ്റവും മോദിച്ചു ജഗന്മകനീശ്വരൻ തന്നുടെ കയ്യാൽ ഒരു മുഷ്ടിവാര്യം ഏറ്റമാനന്ദേനത്തിന്നു. പുനരേറ്റവും വരുമെന്നതും ഇത്തരം മോദേ സദ്ഗുരു നമ്മോടും എത്രയോ ഏറ്റമാശിസ് നൽകിയില്ലയോ. ഇന്നും ഓരോന്ന് നാമന്ന് കളിച്ചത് ഹരേ നന്നായി മറന്നിതോ തോന്നിതോ സഖേ. സൽഗുരു തന്നുടെ കാരുണ്യമുണ്ടെങ്കിൽ സൽഗുണം മുക്തിയും വന്നുകൂടും. നൃണാം ഇത്തരം മാധവവാക്യങ്ങൾ കേൾക്കയാൽ ഉത്തമഭൂസുരൻ മെല്ലവേ ചൊല്ലിനാൻ. കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ നാരായണ ജഗൽഗുരു. അങ്ങനെ രാത്രി കഴിഞ്ഞോരനന്തരം
മംഗളവിപ്രൻ ആഖ്യാതികർമ്മം കഴിച്ച് അൻപോട് ലോകേശനോട് ഹരേ ആഖ്യാതികർമ്മം കഴിച്ചൻപോട് ലോകേശനായ കൃഷ്ണൻ തന്നോട് യാത്ര പറഞ്ഞ് കൃഷ്ണൻ തന്നോട് യാത്രയും പറഞ്ഞ് കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കാരുണ്യവാരിധി ഭഗവാനെ നാരായണ 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 കൃഷ്ണനോട് യാത്രയും പറഞ്ഞ് മുൻപരിൽ ഉത്തമവിപ്രൻ നടന്നിതു പോകുന്ന മാർഗത്തിൽ ഓരോന്ന് ചിന്തിച്ച് ഹരേ നാരായണ നാരായണ കൃഷ്ണനോട് യാത്രയും പറഞ്ഞ് മുൻപരിൽ ഉത്തമവിപ്രൻ നടന്നു.
മേൽശാന്തി ബ്രഹ്മശ്രീ ശ്രീകുമാർ. സഹ ആചാര്യ കനകം നായർ, മുംബൈ. ഇവിടെ സഹ ആചാര്യ കനകം നായർ, മുംബൈ. സഹ ആചാര്യൻ ശ്രീ പെരുമ്പളം ചന്ദ്രബാബു. ആചാര്യൻ ശ്രീ ഗോപകുമാർ ശർമ്മ, തിരുവിഴ. മുഴുവൻ ഭക്തജനങ്ങൾക്ക് ഒരിക്കൽ കൂടി